ഇതെന്താ കൂത്ത്? ഇതെന്ത് കൂത്ത്? ഹൈ, ചാക്യാരുടെ വീടിനരികില് ഒരു ജോത്സ്യൻ താമസിച്ചിരുന്നു കേട്ടോ. ആഴ്ചപ്പതിപ്പിലെ വാരഫലം എന്നൊരു പങ്ക്തി ഉണ്ടേ. അതിലെന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കുക. അങ്ങനെ ഒരു കർമ്മയെ പുള്ളിക്കാരൻ ഉണ്ടായിട്ടുള്ളൂ. ഒരാഴ്ച അദ്ദേഹത്തെ കിട്ടാതെ വന്നപ്പോള് ആഴ്ചപ്പതിപ്പുകാർക്ക് വല്ലാത്തൊരു വൈക്ലഭ്യം. ഹൈ, എന്തിനാണോ വിഷമിക്കണത് എന്ന് പത്രാധിപര് കഴിഞ്ഞ തവണത്തെ അവാർഡ് എടുക്കുക. ഹൈ, അല്ല, ചാക്യാർക്ക് തെറ്റി. കഴിഞ്ഞ തവണത്തെ ആഴ്ചപ്പതിപ്പ് എടുക്കുക. എന്നിട്ട് അശ്വതിയെ എടുത്ത് ഭരണിയിലേക്ക് ഇടുക. ഭരണി എടുത്തിട്ട് അശ്വതിക്ക് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഹൈ, ചാക്യാർ എന്താ ഈ പറയണത്? ഡോ, ചാക്യാര് ഈ അടുത്ത് നടന്ന വല്ല സിനിമ അവാർഡ് നൈറ്റിന്റെ കാര്യാണോ പറയണത് എന്ന് വിചാരിച്ചൂല്ലേ? ഹൈ, എല്ലാവരും ഒന്നങ്ങോട്ട് സുഖിപ്പിക്കുക. അത്രേ അവര് കരുതിയിട്ടുള്ളൂ. നാളുകളായി അങ്ങനെയാണല്ലോ ഇത് നടക്കണത്. അങ്ങനെ ആവുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആപ്പ് വെക്കില്ലാലോ. ഹൗ, ആപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണേ, ആപ്പിനുള്ളിൽ കേറി ഒരാൾ ആപ്പ് വെച്ചു എന്നും പറഞ്ഞ് അയാളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിന്നോ മറ്റോ കേട്ടൂലോ. അതിനിടയില് കേട്ടില്ലേ, നമ്മുടെ ആലപ്പുഴയിലെ കുഞ്ഞമ്മയുടെ വീടും പറമ്പും ഭാഗം വെച്ചൂത്രേ. ഹൈ, ഭാഗം വെക്കേ. അതിന് കുടികടപ്പായിട്ട് കിട്ടിയ 1.5 സെന്റ് ഭൂമി. അതിലിനി എന്തെടുത്ത് ഭാഗം വെക്കാനാ? ഇതെന്ത് കൂത്ത്?